അപ്പോൾ ആ പോയിന്റിൽ എന്താ വെച്ചാൽ എൻ്റെ ബ്രെയിനിലെ തോട്ട് പ്രോസസ്സിനെ സ്വിച്ച് ചെയ്യുന്ന ഒരു പ്രോഗ്രാമായിരുന്നു അത്. കാരണം ഒരു 85 റേഞ്ചിലായിരുന്നു എനിക്ക് സെക്കൻഡ് അറ്റംപ്റ്റിൽ മാർക്ക് ഉണ്ടായിരുന്നു. അവിടുന്ന് 110+ കിടന്നിട്ടാണ് ഞാൻ തേർഡ് അറ്റംപ്റ്റിൽ പ്രിലിംസ് ക്ലിയർ ചെയ്തത്. അപ്പോൾ ആ ടൈമിൽ പ്രിലിംസ് കില്ലർ ശരിക്കും ഞാനിവിടെ നിൽക്കണോ, കണ്ടിന്യൂ ചെയ്യണോ, നിർത്തി പോകണോ, അതോ ഈ ഒരു പോയിന്റിൽ എത്തണമെന്ന് തീരുമാനിച്ചത് ആ തേർഡ് അറ്റംപ്റ്റിലെ പ്രിലിംസ് ക്ലിയർ തന്നെ. അപ്പോൾ പാരൻസ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കണ്ടിട്ടുണ്ട്, അവരെ പഠിപ്പിക്കാൻ പാരൻസിന് പൈസ ഉണ്ടായിരിക്കില്ല, പക്ഷേ കെട്ടിച്ചു വിടാൻ പൈസ ഉണ്ടായിരിക്കും. പക്ഷെ എൻ്റെ അമ്മയോട് മാറി ചിന്തിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ പോയിന്റിൽ എത്തി നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ മെയിൻ സ്കില്ലറിലെ ടോപ്പ് 10 ഒരുവിധം എല്ലാവരും ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയിൻ സ്കില്ലർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടറിയാൻ ജോലിയൊന്നും ആയില്ലേ എന്നുള്ളൊരു പോയിന്റാണ്. പഠിത്തം കഴിയാറായില്ലേ, ആ സോഷ്യൽ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ നമുക്ക് നല്ല തൊലിക്കെട്ടി വേണം. ഇതിനിറങ്ങുമ്പോൾ തൊലിക്കെട്ടിയിട്ട് ഇറങ്ങാം. കാരണം ഒരു പ്ലാൻ ബി ഒരു ബാക്കപ്പ് പ്ലാൻ എനിക്ക് വേറെ ഒരു ജോബും ഉണ്ടായിരുന്നില്ല. ലീഡേഴ്സിൻ്റെ സക്സസ് പോഡിയത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് എന്നോട് കൂടിയുള്ളത് നമ്മുടെ ലീഡേഴ്സിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്ന ഗ്രീഷ്മ KB ആണ്. ഇത്തവണത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ 559 റാങ്ക് കരസ്ഥമാക്കിയ മിടുക്കി. ഗ്രീഷ്മയുടെ കഥയാണ് നമ്മൾ ഇന്നത്തെ കോൺവെർസേഷനിൽ പറയുന്നത്. പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ്, എങ്ങനെ പഠിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് തന്നെ ഗ്രീഷ്മയുടെ ഒരു UPSC ജേർണിനെ കുറിച്ചിട്ട് എത്ര അറ്റംപ്റ്റ് കൊടുത്തു, എങ്ങനെയായിരുന്നു ട്രാക്ക് എന്നുള്ളത് പറഞ്ഞിട്ടാണ് നമുക്ക് തുടങ്ങാം. ഷുവർ സർ. എൻ്റെ 5ാമത്തെ ശ്രമമാണിത്, 5th അറ്റംപ്റ്റ്. ആദ്യത്തെ 2 തവണ പ്രിലിംസ് ഫെയിലിയർ ആയി. തേർഡ് അറ്റംപ്റ്റിൽ പ്രിലിംസ് മെയിൻസ് ക്ലിയർ ചെയ്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 4th അറ്റംപ്റ്റ് പ്രിലിംസ് അഗെയിൻ ഫെയിലായി. ആൻഡ് ദിസ് ഈസ് ദ 5th അറ്റംപ്റ്റ്. യെസ്, അത് തന്നെയാണ് 5ാമത്തെ അറ്റംപ്റ്റാണ്. കാരണം നമ്മുടെ തിരുവനന്തപുരത്ത് സിവിൽ സർവീസ് സീരിയസ് ആയിട്ട് പഠിക്കുന്ന കുട്ടികളിൽ അധികം പേരൊന്നും 5 അറ്റംപ്റ്റ് വരെ ആരും വെയിറ്റ് ചെയ്യാറില്ല, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. അത് തന്നെയാണ് ഗ്രീഷ്മയുടെ സക്സസ്സിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകതയും ആ പെർസീവറൻസ് തന്നെ. ഗ്രീഷ്മ നമ്മുടെ ഇവിടുത്തെ പ്രിലിംസ് സ്കില്ലറിൻ്റെയും അതോടൊപ്പം തന്നെ മെയിൻ സ്കില്ലറിൻ്റെയും ഇൻ്റർവ്യൂ ബൂട്ട് ക്യാമ്പിൻ്റെയും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ആയിരുന്നു. കഴിഞ്ഞ 2 മെയിൻ സ്കില്ലറിലും ഉണ്ടായിരുന്നു. വളരെ സക്സസ്ഫുള്ളായിട്ട് കഴിഞ്ഞ തവണ ഇൻ്റർവ്യൂ പോയി, പക്ഷേ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇത്തവണത്തെ മെയിൻ സ്കില്ലറിലും ഉണ്ടായിരുന്നു. അപ്പം ഗ്രീഷ്മയുടെ ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എന്തായിരുന്നു? മാത്തമാറ്റിക്സ് ആണ് പഠിച്ചിരുന്നത് അല്ലേ? സർ, BSc മാത്തമാറ്റിക്സ് ആയിരുന്നു. ഒറ്റപ്പാല NSS കോളേജിലാണ് പഠിച്ചത്. ഓക്കെ, ഓപ്ഷൻ എടുത്തത് മലയാളം ലിറ്ററേച്ചർ. ഓക്കെ, അപ്പം ഒരുപാട് കാലത്തെ ഒരു എഫേർട്ടിന് ശേഷം വന്നിട്ടുണ്ടായിരുന്ന ഒരു നല്ല വാർത്ത, അത് അറിഞ്ഞപ്പോൾ എന്തായിരുന്നു മൊത്തത്തിലുള്ളൊരു ഫീലിംഗ്? സന്തോഷത്തേക്ക് ഒരു സമാധാനം, ഒരു റിലീഫ്. ഫൈനലി 5 ഇയേഴ്സ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് അൺഎംപ്ലോയിഡ് ആണെന്നുള്ളൊരു സിറ്റുവേഷൻ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് അല്ല എന്നുള്ള സിറ്റുവേഷൻ. അപ്പോൾ റിസൾട്ടിൽ നോക്കിയപ്പോൾ ആ നമ്മൾ സെർച്ച് ചെയ്ത മൊമെൻറ്റിൽ ആ മുന്നത്തെ അറ്റംപ്റ്റിലെല്ലാം നോ മാച്ചസ് ഫൗണ്ട് എന്ന് കാണിക്കും. അത് മാറിയിട്ട് ആ ഹൈലൈറ്റ് ചെയ്ത് നമ്മുടെ റോൾ നമ്പർ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചപ്പോൾ റാങ്കിനപ്പുറം അതിലുണ്ട് സമാധാനം. ആ ഒരു ഫീൽ ഉണ്ടായിരുന്നത് കാരണം ആ മൊമെന്റ് നമ്മൾ രാവിലെ തൊട്ട് ഇപ്പം വരും എന്ന് പറഞ്ഞൊരു 10 മണി തൊട്ടിട്ട് ടെലഗ്രാമിൻ്റെ ഗ്രൂപ്പ് ഓപ്പൺ ആക്കിയിട്ട് ഓരോ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ്റെ ഒക്കെ സൗണ്ടൊക്കെ ഹൈ ആക്കി വെച്ച് വെയിറ്റ് ചെയ്ത് 10 മണി തൊട്ടിട്ട് 2 മണി ആ വരുന്ന 1:58, 56 ആ ടൈമിലാണ് വന്നത്. അതുവരെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഗ്രീഷ്മയ്ക്ക് എപ്പോഴാണ് ഈ ഒരു സിവിൽ സർവീസിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹം തുടങ്ങിയത്? +2 പഠിക്കുമ്പോഴാണ്. എക്സാക്റ്റ് ആ പോയിന്റ് എന്തുകൊണ്ട് എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഏതൊക്കെ മൊമെൻറ്റിൽ എൻ്റെ ഉള്ളിൽ ഇത് നല്ലൊരു സർവീസാണ്, സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ജോബ് ഇൻ ഇന്ത്യ എന്നുള്ളൊരു മൈൻഡിലുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് +2 ക്ലാസ്സിലിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ എന്ത് ചെയ്യും +2 കഴിഞ്ഞിട്ട് എന്നുള്ള ചിന്ത. അപ്പോൾ ഒരാൾ പറഞ്ഞു ഒരാൾക്ക് ഡോക്ടറാണെന്ന്, അടുത്ത ആൾക്ക് സിവിൽ എഞ്ചിനീയർ ആവണം. അപ്പോഴാണ് അവരുടെ അടുത്താണ് ഞാൻ ആദ്യമായിട്ട് സിവിൽ സർവീസ് IAS ആവണം എന്നുള്ളൊരു ഡ്രീം കഴിഞ്ഞ്. അതിനുശേഷമാണ് പിന്നെ അമ്മയോടൊത്തും കൂടി സംസാരിച്ചത്. പിന്നെ അതിനുശേഷം ഗ്രാജുവേഷൻ അത് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു ആ ജേണിയിൽ പോയി. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂവിൽ ആദ്യം സംസാരിക്കേണ്ടതും എനിക്ക് തോന്നുന്നു ഈ വിജയം സമർപ്പിക്കേണ്ടതും അമ്മയുടെ അടുത്താണ് അല്ലേ? കാരണം അമ്മയാണ് കോൺസ്റ്റന്റ് സപ്പോർട്ടിൽ ഗ്രീഷ്മിനെ സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ ഉണ്ടായിരുന്നത്. അമ്മ നമ്മുടെ ഇവിടെ വന്നിരുന്നു ചെയ്തിരുന്നു. അപ്പോൾ അമ്മയുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു തുടക്കം മുതലേ? എനിക്ക് തോന്നുന്നു അതാണ് ഒരു ഗ്രീഷ്മയുടെ ഒരു ജേർണിയിലൊരു ഡിസ്റ്റിങ്വിഷിങ് ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയത് ആ അമ്മയുടെ സപ്പോർട്ട് തന്നെയാണ്. അത് സർ, കാരണം അച്ഛൻ കൂടെ ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ കൊണ്ട് എനിക്ക് ഈ ഒരു പോയിന്റിൽ എത്താൻ പറ്റുമെന്ന് ഒരിക്കലും എനിക്ക് ഡ്രീം ചെയ്യാൻ പോലും പറ്റാത്തൊരു പൊസിഷനാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ +2 ഇത് പറഞ്ഞപ്പോൾ എങ്ങനെ എത്തും ഒന്നും അറിഞ്ഞൂടാ. ബട്ട് അത്യാവശ്യം ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇല്ലാതെ നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയോട് അന്ന് ചോദിച്ചത് എനിക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടും ഇത് പഠിക്കാനുള്ള വെച്ചാൽ. അപ്പോൾ പറഞ്ഞു നിന്നെ പഠിപ്പിക്കാനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. ആ ഒരു പറഞ്ഞ വാക്ക് അമ്മ ഈ നിമിഷം വരെ പാലിച്ചിട്ടുണ്ട്. കാരണം എത്രയൊക്കെ എഫേർട്ട് ഇട്ടാലും ഇപ്പോൾ പല പാരൻസും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കണ്ടിട്ടുണ്ട്, അവരെ പഠിപ്പിക്കാൻ പാരൻസിന് പൈസ ഉണ്ടായിരിക്കില്ല, പക്ഷേ കെട്ടിച്ചു വിടാൻ പൈസ ഉണ്ടായിരിക്കും. പക്ഷെ എൻ്റെ അമ്മയോട് മാറി ചിന്തിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ പോയിന്റിൽ പറ്റി നിൽക്കുന്നത്.
എന്നാലും ഓരോ തവണയും പരാജയപ്പെട്ട് വീട്ടിലേക്ക് വരുമ്പോൾ അമ്മയ്ക്ക് സംശയം ഉണ്ടായിരുന്നില്ലേ? സാർ അത് നേരെ തിരിച്ചാണ്, എനിക്കാണ് സംശയം ഉണ്ടായിരുന്നത്. ഞാൻ ഫസ്റ്റ് 2 തവണയും പ്രിലിംസ് ഫെയിലായപ്പോഴും സെക്കൻഡ് അറ്റംപ്റ്റ് പ്രിലിംസ് കിട്ടുമെന്നാണ് വിചാരിച്ചത്. ബട്ട് ചെറിയ 1.5 മാർക്കിൻ്റെ ഡിഫറൻസിലാണ് പോയത്. അപ്പോഴും ഞാൻ ഇനിയൊരു ബ്രേക്ക് എടുത്ത് PSC എന്തെങ്കിലും ക്ലിയർ ചെയ്തിട്ട് അടുത്ത അറ്റംപ്റ്റ് കൊടുക്കാം എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോഴും അമ്മ പറഞ്ഞു നീ കൊടുക്ക്, പിന്നെ നോക്കാം ബാക്കിയുള്ളത്. അങ്ങനെ 3rd അറ്റംപ്റ്റിലേക്ക് എന്നെ പുഷ് ചെയ്തത് അമ്മയാണ്. ആ അറ്റംപ്റ്റിലാണ് ഞാനന്ന് ഇൻ്റർവ്യൂ വരെ എത്തിയത്. അപ്പോൾ ഞാൻ നിർത്തിപ്പോവാൻ ഏതെങ്കിലുമൊക്കെ മൊമെൻറ്റിൽ സെൽഫ് ഡൗട്ട് അടിച്ചും ടെൻഷൻ അടിച്ചിട്ടും പിന്നേക്ക് പോകാൻ നോക്കുമ്പോൾ പോലും അമ്മയാണ് നീ എഴുതുക എന്നുള്ള സപ്പോർട്ടാണ്. അപ്പോൾ മെൻ്റൽ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫിനാൻഷ്യൽ സപ്പോർട്ടാണെങ്കിലും. കാരണം നിർത്തിപ്പോകാൻ പറയാൻ നമുക്ക് ഒരുപാട് പേരുണ്ടായിരിക്കും, പക്ഷേ തുടരാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് ഫാമിലിയിൽ നിന്ന് ഒരാളെന്ന് പറയുന്നത് വളരെ വലിയ സപ്പോർട്ടാണ്, അനുഗ്രഹം കൂടിയാണ്. തീർച്ചയായും. ഓക്കെ, അപ്പം ഈ സിവിൽ സർവീസിൻ്റെ ഒരു പ്രിപ്പറേഷൻ ചെയ്യണം എന്ന് വിചാരിച്ചപ്പോൾ ആദ്യം ചെയ്ത ഒരു കാര്യം എന്തായിരുന്നു? കാരണം ഒരുപാട് പേര് സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ടാവും. അപ്പം അങ്ങനെ എനിക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രീഷ്മ എന്താ ആദ്യം ചെയ്തിരുന്നത്? വാട്ട് ഇസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു സോട്ട് ഫോർ? ബേസിക്കായിട്ട് ഇപ്പോൾ ചിലർക്ക് ഇതിനെ പറ്റിയിട്ട് ഐഡിയ ഉണ്ടായിരിക്കും. എനിക്ക് 0 ഐഡിയ ഉണ്ടായിരുന്നു. IAS എന്നുള്ള ഡ്രീം മാത്രം, അതല്ലാതെ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ സമയത്ത് PGക്ക് പോകണോ അതോ ഇതിന് സ്റ്റാർട്ട് ചെയ്യണോ എന്നുള്ളൊരു പോയിന്റ് വന്നു തന്നു. അപ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ പഠിക്കണം, ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ബേസിക്കലി തിരുവനന്തപുരം അല്ലെങ്കിൽ ഡൽഹി എനിക്ക് അഫോർഡബിളും അല്ല ആക്സസിബിളും അല്ലായിരുന്നു. അപ്പോൾ റിലേറ്റീവ്ലി ആക്സസിബിലിറ്റി ഹൈ ആയത് തിരുവനന്തപുരമായിരുന്നു. അപ്പോൾ തിരുവനന്തപുരം എന്നുള്ള ഒരു ഹബ്ബ് 2019 അത്യാവശ്യം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പോയിന്റ്. അപ്പോൾ ആ ടൈമിൽ എങ്ങനെ തുടങ്ങുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഫൗണ്ടേഷൻ കോഴ്സ്. അപ്പോൾ ഇവിടെ ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് ഫൗണ്ടേഷൻ ചെയ്യാം, ബാക്കി എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ അപ്രോച്ച് ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ള ഐഡിയ അല്ലായിരുന്നു. അപ്പം ഈ പ്രിപ്പറേഷന് സ്റ്റാർട്ട് ചെയ്തു, ഫൗണ്ടേഷൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തു, 2 അറ്റംപ്റ്റ് കൊടുത്തു, പ്രിലിംസ് കൊടുത്തു. അപ്പം 3ാമത്തെ അറ്റംപ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വിശ്വാസത്തിനപ്പുറത്തേക്ക് ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ ചെയ്തിട്ടുണ്ടാവില്ലേ, വാട്ട് വെന്റ് റോങ് എന്നുള്ളത്? അപ്പം അതിനെക്കുറിച്ചിട്ട് എന്തൊക്കെയായിരുന്നു ആദ്യത്തെ 2 അറ്റംപ്റ്റിൽ പറ്റിയിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ? ഞാൻ കണ്ടന്റ് ഒരുപാട് പഠിച്ചിരുന്നു, പക്ഷെ ആ കണ്ടന്റ് എനിക്ക് എഫക്റ്റീവ്ലി യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പ്രിലിംസിൽ. അപ്പോൾ എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് കഴിഞ്ഞപ്പോഴാണ് ഇപ്പം ചെറിയ മാർക്കിന് പോയി, ഇപ്പം എന്തുകൊണ്ട് പോയി എന്നുള്ളത്. അപ്പോൾ തെറ്റിയ സാധനങ്ങളിൽ കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് തെറ്റി, പിന്നെ അൺഎക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കുമല്ലോ മെജോറിറ്റി. അപ്പോൾ അവിടെ എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്ത് എടുക്കണം എന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞാൻ പ്രിലിംസ് കില്ലറിൽ 3rd അറ്റംപ്റ്റിലാണ് ജോയിൻ ചെയ്തത്, ശരത് സാറുടെ ലോജിക്കൽ എലിമിനേഷൻ. അപ്പോൾ സാറാണ് ഇവൻ്റ് നമുക്ക് മിനിമം കണ്ടന്റ് ഓർ 0 കണ്ടന്റോട് നമ്മുടെ എക്സിസ്റ്റിംഗ് ലോജിക്ക് വെച്ചിട്ടും കോമൺ സെൻസും വെച്ചിട്ട് നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസിനെ ഡീൽ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ആൻസറിൽ എത്തിക്കാം, അറ്റ്ലീസ്റ്റ് 50-50 പോയിന്റ് വരെ എത്തിക്കാം, അല്ലെങ്കിൽ 50-50 നെക്സ്റ്റ് ലെവലിൽ എങ്ങനെ എത്തിക്കാം. അപ്പോൾ ആ പോയിന്റിൽ എന്താ വെച്ചാൽ എൻ്റെ ബ്രെയിനിലെ തോട്ട് പ്രോസസ്സിനെ സ്വിച്ച് ചെയ്യുന്ന ഒരു പ്രോഗ്രാമായിരുന്നു അത്. കാരണം ഒരു 85 റേഞ്ചിലായിരുന്നു എനിക്ക് സെക്കൻഡ് അറ്റംപ്റ്റിൽ മാർക്ക് ഉണ്ടായിരുന്നു. അവിടുന്ന് 110+ കിടന്നിട്ടാണ് ഞാൻ 3rd അറ്റംപ്റ്റിൽ പ്രിലിംസ് ക്ലിയർ ചെയ്തത്. അപ്പോൾ ആ ടൈമിൽ പ്രിലിംസ് കില്ലർ ശരിക്കും ഞാനിവിടെ നിൽക്കണോ, കണ്ടിന്യൂ ചെയ്യണോ, നിർത്തി പോകണോ, അതോ ഈ ഒരു പോയിന്റിൽ എത്തണമെന്ന് തീരുമാനിച്ചത് ആ 3rd അറ്റംപ്റ്റിലെ പ്രിലിംസ് ക്ലിയർ തന്നെയാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ലീഡ് IASനോടുള്ള അസോസിയേഷൻ അതിനുശേഷം മെയിൻ സ്കില്ലറിലും കണ്ടിന്യൂ ചെയ്തിരുന്നു. മെയിൻ സ്കില്ലറിൽ ഇതുപോലെ തന്നെ ഒരു ഡിസ്റ്റിങ്വിഷിംഗ് ആയിട്ടുള്ള ക്ലാസ്സസോ അങ്ങനെ എന്തെങ്കിലും, ഒരു നമ്മുടെ ഒരു ഓറിയന്റേഷൻ ടുവേർഡ്സ് എ കൺവെൻഷണൽ അപ്രോച്ച് ഓഫ് പ്രിപ്പറേഷൻ മാറുന്ന രീതിയിൽ എന്തെങ്കിലും മെയിൻ സ്കില്ലറിലും തോന്നിയിരുന്നോ? ഷെഡ്യൂൾ ഭയങ്കര അടിപൊളിയായിരുന്നു. കൂടാതെ എന്ന് വെച്ചാൽ ടെസ്റ്റ് എഴുതുക എന്നുള്ളത്, കാരണം പലരും ടെസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ എല്ലാ ടെസ്റ്റും എടുത്ത ഒരാളാണ്, വിത്ത് മിനിമം കണ്ടന്റും എല്ലാം. എൻ്റെ ആൻസർ റൈറ്റിംഗ് ഇപ്പോൾ മലയാളം ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് നമ്മൾ CBSE അല്ല സ്റ്റേറ്റ് സിലബസ് പഠിച്ചത്. ഇപ്പോൾ ലാംഗ്വേജ് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ ഞാൻ എഴുതും. കാരണം പ്രിലിംസ് ഞാൻ അത്രയും ആഗ്രഹിച്ച് കിട്ടിയൊരു പോയിന്റ്. അപ്പോൾ എനിക്ക് മെയിൻസ് അങ്ങനെ വിട്ട് കളയാൻ പറ്റില്ല എന്നുള്ള പോയിന്റിലാണ് ഞാൻ 3rd അറ്റംപ്റ്റ് എഴുതിയത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എന്ത് വന്നാലും എനിക്ക് മെയിൻസ് ക്ലിയർ ആവണം, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമെങ്കിലും വേണം എന്നുള്ളൊരു ഉണ്ടായിരുന്നു 3rd അറ്റംപ്റ്റിൽ. അപ്പോൾ ആ പോയിന്റിൽ മാക്സിമം എഫേർട്ട് ഇട്ടു. പിന്നെ ലീഡിൻ്റെ നമുക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്, അത് എസ്പെഷ്യലി ഈ വർഷത്തെ മെയിൻ സ്കില്ലർ പറയുമ്പോൾ നമ്മൾ ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാണാത്ത തരത്തിലൊരു റാങ്ക് പബ്ലിഷിംഗ് ആയിരുന്നു. കാരണം എപ്പോഴും ടോപ്പ് 10 പേര് വരും, ബാക്കിയുള്ളവരുടെയും ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻ്റെ മാർക്ക് വിത്ത് കളർ ഗ്രേഡിങ്. അപ്പോൾ അത് നമുക്ക് ഭയങ്കരമായിട്ട് അനലൈസ് ചെയ്യാം. ഞാൻ പണ്ട് കൂടുതലായിട്ടും ഞാനുമായിട്ട് തന്നെ കോമ്പീറ്റ് ചെയ്തിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മളൊരു കോമ്പറ്റീഷനിൽ നിൽക്കുമ്പോൾ ചുറ്റുമുള്ളവരും എങ്ങനെ എഴുതുന്നു, ഏത് ക്വസ്റ്റ്യനാണ് ഡിഫിക്കൽട്ട്, എല്ലാവരും എഴുതുന്നു, ആ റിലേറ്റീവ് തോട്ട് എനിക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് വന്നത്. അപ്പോൾ എങ്ങനെയാണ് ടോപ്പ് 10 വരിക? എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ മെയിൻ സ്കില്ലറിലെ ടോപ്പ് 10 ഒരുവിധം എല്ലാവരും ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയിൻ സ്കില്ലർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടുണ്ടെങ്കിൽ. നമുക്ക് ഓരോ സ്റ്റേജിലേക്ക് സ്പെസിഫിക് ആയിട്ട് വരാം അതിൻ്റെ സ്ട്രാറ്റജിയിലേക്ക്. പ്രിലിമിനറി എക്സാം, അപ്പം
അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ട്രാക്ക് എങ്ങനെയായിരുന്നു? എത്രമാത്രം കണ്ടന്റ് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, എത്രമാത്രം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്? സർ, കണ്ടന്റ് നമുക്കൊരു കണ്ടന്റിന് കൂടുതലായിട്ട് ബൾക്കായിട്ട് പഠിക്കുന്നതിനേക്കാൾ എക്സിസ്റ്റിംഗ് കണ്ടന്റിൽ നമ്മൾ ക്ലാരിറ്റി ബിൽഡ് ചെയ്യാണ് ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമുക്കൊരു മിനിമം കണ്ടന്റിൽ പോലും ക്ലാരിറ്റി നന്നായിട്ട് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ അൺനോൺ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സിസ്റ്റിംഗ് നോളജ് വെച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് ബേസിക് ആയിട്ടുള്ള നമ്മുടെ ടെക്സ്റ്റ്, ലക്ഷ്മികാന്ത് ആണെങ്കിലും ശങ്കർ ഗണേഷ്, ആ രീതിയിലുള്ള ടെക്സ്റ്റ് അത് നമുക്ക് തറോ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വേണം. കൂടാതെ കറണ്ട് അഫെയർസ് ആണെങ്കിലും അത് നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇരിക്കുക എന്നുള്ളത്. പ്രാക്ടീസിൻ്റെ ഇതിലാണെങ്കിൽ അത് ചിലർ മോർ ദാൻ 100 ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ സോൾവ് ചെയ്യുന്ന ഇതുണ്ട്, ചിലർ കുറച്ചെടുക്കും. ഞാനൊരു മീഡിയമായിട്ട് നിൽക്കുന്ന ആളാണ്. കാരണം എനിക്കൊരു 30 to 40 ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഞാൻ ജനറലി പ്രിലിംസ് ക്ലിയർ ചെയ്ത് എല്ലാ കൊല്ലം എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഒപ്റ്റിമം റേഞ്ച് 80 to 85 അറ്റംപ്റ്റിൽ എനിക്കൊരു 110 റേഞ്ചിൽ ഫുൾ ടെസ്റ്റിൽ സ്കോർ വന്ന സ്റ്റെബിലിറ്റി എത്തി. അപ്പോൾ ഞാൻ അവിടെ നിർത്തും. അപ്പോൾ എൻ്റെ ആ ഒരു പോയിന്റ് അത്. അപ്പോൾ ആ റേഞ്ചിൽ എത്തിയിട്ട് എടുത്ത പ്രിലിംസ് എല്ലാം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതെ. അപ്പം ആദ്യം നമുക്കൊരു ബേസ് നോട്ട് പ്രിലിംസിന് വേണ്ടിയിട്ടുണ്ടാവും. അത് നമ്മുടെ ക്ലാസ് നോട്ട് ആയിരിക്കും മിക്കവാറും, അല്ലേ? അപ്പോൾ അതിനുശേഷം കറണ്ട് അഫയേഴ്സിൽ കാണുന്ന കാര്യങ്ങൾ ആഡ് ചെയ്യും. അത് മെറ്റീരിയലിൽ നടന്ന് നോക്കിക്കൊണ്ടിരുന്ന അതോ എക്സ്ട്രാ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ആഡ് ചെയ്യുമോ? അല്ല സർ, നമ്മൾ ബേസിക് ഫൗണ്ടേഷൻ്റെ നോട്ട് ഉണ്ടെങ്കിലും നമ്മൾ നെക്സ്റ്റ് കാരണം 2 തവണ ഞാൻ പ്രിലിംസ് ഫെയിൽ ചെയ്യേണ്ട സംഭവം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതാണല്ലോ. അപ്പോൾ ബേസിക് നോട്ട് പഠിച്ച് പക്ഷെ പിന്നെയും ക്ലാസ്സുകൾ കേട്ടിട്ടും അപ്ഡേറ്റ് ചെയ്ത് സെപ്പറേറ്റ് നോട്ട്, എനിക്ക് കുറച്ച് നോട്ട് മേക്കിംഗ് കൂടുതലായിരുന്നു. കാരണം ഡിജിറ്റൽ നോട്ട്സും അല്ല, റിട്ടൺ നോട്ട്സ് ആണ് ഞാൻ കൂടുതൽ എഴുതിയത്. അപ്പോൾ എനിക്ക് അപ്ഡേഷൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. അപ്പോൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള പോർഷൻസിന് സെപ്പറേറ്റ് ഒരു നോട്ട് ഉണ്ടായിരുന്നു. ബാക്കി നമ്മൾ കമ്പൈലേഷൻസ് ന്യൂസ് പേപ്പർ വായിച്ച് എക്സാമ്പിൾസ് അതിന് കളക്ട് ചെയ്ത് സെപ്പറേറ്റ് നോട്ടാക്കും മെയിൻസിന് വേണ്ടിയിട്ട്. ബാക്കിയുള്ളത് കമ്പൈലേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കൂടുതലും കറണ്ട് അഫയേഴ്സ് പോയത്. അതിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ സോൾവിങ്. അപ്പോൾ ക്വസ്റ്റ്യൻ സോൾവിങ്ങിൽ നമുക്ക് അത് പ്രധാനമായിട്ട് കണ്ടന്റ് ബിൽഡിംഗ് എക്സസൈസ് എന്നുള്ളതോ തോട്ട് പ്രോസസ്സ് കുറച്ചുകൂടെ സ്ട്രീം ലൈൻ ചെയ്യാനോ, ഇത് ഈ രണ്ടിലേതായിരുന്നു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ? അത് രണ്ടും നമുക്ക് ഒരു കണ്ടന്റ് തന്നെ മൾട്ടിപ്പിൾ സ്ഥലത്ത് ഉപയോഗിക്കാം. ഇപ്പം GS 1ലെയും 2ലെയും 3ലെയും കണ്ടന്റ് നമുക്ക് എത്തിക്സിനും എക്സാമ്പിളായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ എൻ്റെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ അടുപ്പിച്ച് ക്വസ്റ്റ്യൻസിൻ്റെ സെയിം പോയിന്റ് എഴുതരുതെന്നുള്ളൂ. പക്ഷേ എക്സാമ്പിൾസ് ഒരു എക്സാമ്പിൾ എടുക്കുമ്പോൾ സാറ് തവണ ക്ലാസ്സിൽ മെയിൻ സ്കില്ലറിൻ്റെ സമയത്തൊക്കെ പറഞ്ഞിരുന്നു, ഒരു എക്സാമ്പിൾ നമുക്ക് ഏതൊക്കെ പേപ്പറിൽ ഏതൊക്കെ ടോപ്പിക്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. കാരണം ബൾക്ക് കണ്ടന്റ് കൂടുന്ന പോലെ നമുക്ക് എഴുതാൻ പറ്റില്ല, പക്ഷേ എല്ലാ കണ്ടന്റിനും നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഐഡിയയാണ് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. പ്രിലിംസിൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പം ആ കണ്ടന്റ് സെപ്പറേറ്റ് എഴുതി വെക്കും. ഇപ്പം ആൻസർ കീഴിൽ പുതിയത് പഠിക്കാത്തൊരു കാര്യം ഉണ്ടായിരുന്നു, അപ്പോൾ അത് പിന്നീട് നോക്കാൻ വേണ്ടിയിട്ട് പിന്നീട് എഴുതി വെക്കും. ഞാൻ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കീ വായിക്കും. മാക്സിമം കീയിൽ എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു നോട്ട് ചെയ്ത് വെക്കും. ആദ്യം ഹൈലൈറ്റ് ചെയ്ത് അതിൽ വായിക്കും. ദെൻ വീണ്ടും സെക്കൻഡ് റൗണ്ട് ഓഫ് റിവിഷൻ വരുമ്പോൾ അതിന് പിൻ പോയിന്റ് ചെയ്ത് ചെറിയൊരു നോട്ടിലേക്കാക്കി മാറ്റും. അപ്പോൾ ലാസ്റ്റ് റൗണ്ടിലേക്ക് വീണ്ടും അത് റിവൈസ് ചെയ്യാന്നുള്ളൊരു പോയിന്റിലാണ്. മെയിൻ സ്റ്റേജിലേക്ക് വരാം. ആൻസർ റൈറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ആൻസർ റൈറ്റിംഗിൽ എൻ്റെ ആൻസറിൽ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് വേണം എന്ന് ഗ്രീഷ്മ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ എന്തെല്ലാം കാര്യങ്ങളുണ്ടായിരുന്നേ? സോ ഒന്ന്, നമുക്ക് ഇൻട്രൊഡക്ഷൻ എഴുതുന്ന സമയത്ത് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബട്ട് കുറച്ചൊരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ അറിയാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിലും ഒരു ഡീസൻറ്റ് ഇൻട്രൊഡക്ഷൻ എഴുതാൻ എന്നുള്ളതായി. പിന്നെ ബേസിക്കലി സ്ട്രക്ചർ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിവിടെ ക്ലാസ്സുകളിലൂടെ ആണെങ്കിൽ നമ്മൾ ഏറ്റവും സ്പെഷ്യൽ താങ്ക്സ് പറയേണ്ട ഡെയിലി ആൻസർ റൈറ്റിംഗ് തന്നെയാണ്. കാരണം ഞാൻ ഇവിടെ വന്നിരുന്ന് എഴുതിയിരുന്നില്ല, പക്ഷേ ഓൺലൈനായിട്ട് കറക്റ്റ് ആ ടൈമിൽ കയറി എന്നും ആ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് എഴുതി തീർത്തണം. അപ്പോൾ നമുക്ക് മെയിൻസ് ആൻസർ എഴുതുക എന്നുള്ളതൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള, അല്ല ഒരു യൂഷ്വൽ ചെയ്യുന്ന എന്തോ ആ രീതിയിൽ സിമ്പിളായിട്ട് മാറി. അപ്പോൾ മാക്സിമം അതിൽ നിന്ന് എടുത്ത മെറ്റീരിയൽ, പ്രത്യേകിച്ച് ആൻസർ കീസും തന്നിരുന്നല്ലോ, അപ്പോൾ അതിൽ നിന്ന് കണ്ടന്റ് സോർട്ട് ഔട്ട് ചെയ്തിട്ടും വീണ്ടും നോട്ടാക്കി റിവൈസ് ചെയ്തു. അപ്പോൾ കൂടുതലായിട്ടും ആ കണ്ടന്റും ആൻസറിലേക്ക് കൊടുക്കുക ശ്രമിച്ചു. ഓക്കെ. അപ്പം ഈ മെയിൻസിൽ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഈ പ്രസൻറ്റേഷൻ്റെ ഒരു പ്രോബ്ലം. അപ്പോൾ ഒരു ആൻസർ കുറേ കൂടെ പ്രസൻറ്റബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഗ്രീഷ്മ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്? പക്ഷേ അത് ഞാൻ ഈ സെക്കൻഡ് മെയിൻസിലാണ് കുറച്ചുകൂടി കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത്. ഒന്ന്, ഹാൻഡ് റൈറ്റിംഗ് എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം 7 minute or 10 minute ഉള്ളത് ആ 3 പേജ് 2 pages എഴുതുക എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടാണ് വിത്ത് തോട്ട് അപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ലാസ്റ്റ് മെയിൻസിനെയൊക്കെ ഹാൻഡ് റൈറ്റിംഗ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തു, കുറച്ചുകൂടി ചെറുതാക്കി. അപ്പോൾ കൂടുതൽ പോയിന്റ് പറ്റുന്നുണ്ടായിരുന്നു. രണ്ടാമത് ചെയ്തത് ഡയഗ്രാംസ് കൂടുതലായിട്ട് കൊടുക്കണം. അപ്പം ഞാൻ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ആ മൊമെൻറ്റിൽ ഡയഗ്രാം വരില്ല. അപ്പോൾ മെയിൻസിന് വേണ്ടിയിട്ട് ഓരോ പോയിന്റ് പഠിക്കുമ്പോഴും അവിടെ ഡയഗ്രാം ഇന്ന കൈൻഡ് ഓഫ് ഡയഗ്രാം കൊണ്ടുവരാൻ ചാൻസ് ഉണ്ടോ, അപ്പോൾ ഞാൻ എൻ്റെ മെയിൻസിൻ്റെ നോട്ടിൽ തന്നെ ഡയഗ്രാം വരയ്ക്കും. പ്രത്യേകിച്ച് ഞാൻ ഡയഗ്രാംസ് മാപ്സിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് നോട്ട് ഉണ്ടായിരുന്നു ഇത്തവണത്തെ മെയിൻസിന്. അപ്പോൾ അത് ഞാൻ ഓരോ GS 1 2 ഈ സ്റ്റേജസിലാവുമ്പോഴും പ്രത്യേകിച്ച് GS 1 ഹെൽപ്ഫുള്ളായിരുന്നു.
അപ്പോൾ ആ മാപ്പ് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്തു. അപ്പോൾ അതാണ് പ്രസൻറ്റേഷനിലൊന്ന് ചെയ്തത്. പിന്നെ നമ്മൾ പോയിൻ്റ് ഓരോ പാർട്ടാക്കി എഴുതുമ്പോഴും നമ്പർ ചെയ്യണോ അതോ സിമ്പിൾസ് യൂസ് ചെയ്യണോ, അപ്പോൾ അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ഡിഫറെൻ്റ് അപ്രോച്ച് എടുത്തു. പിന്നെ അണ്ടർലൈൻ ചെയ്യുന്നത് നമ്മുടെ മെയിൻസിൻ്റെ ആൻസർ ആയിരിക്കും. വേറെ പ്രശ്നം ടൈം ബൗണ്ട് ആയിട്ട് എഴുതുക എന്നുള്ളതാണ്. ടൈം മാനേജ്മെൻറ്റ് പ്രശ്നം ഉണ്ടായിരുന്നു മെയിൻസിന്. സർ എനിക്ക് ആദ്യം എഴുതുമ്പോൾ ബട്ട് ഫസ്റ്റ് മെയിൻസും ഞാൻ ഫുൾ പേപ്പർ എല്ലാ ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആക്കി എഴുതാം. അപ്പോൾ എനിക്ക് ടൈം ഒന്ന് ഞാൻ മേ ബി എൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് കൂടുതൽ നോട്ട് എഴുതുക, അത് ഹാൻഡ് റിട്ടൺ ആയിട്ടെന്ന് എഴുതുക, ആ നെഗറ്റീവ്സ് അതിന് എനിക്ക് ഇവിടെ ഹെൽപ്പ് ചെയ്തു എന്നാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഡിജിറ്റൽ നോട്ട് എഴുതുന്ന പോലെയല്ല നമുക്ക് എഴുതുമ്പോൾ. അപ്പോൾ ഇത്തവണയാണെങ്കിൽ മെയിൻസ് എൻ്റെ എല്ലാ പേപ്പറും ഒരു 5 മിനിറ്റ് ഒരു 4 മിനിറ്റ് മുമ്പ് എല്ലാ പേപ്പറും എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ മാക്സിമം നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് തന്നെയാണ് അത് സോർട്ട്. കാരണം എല്ലാവർക്കും സ്പീഡ് ഇഷ്യൂ ഉണ്ടായിരിക്കും. ഫസ്റ്റ് ഞാനിവിടെ ടെസ്റ്റ് എടുത്തപ്പോൾ ഒരു 11 ക്വസ്റ്റിനെ കംപ്ലീറ്റ് ചെയ്തുള്ളൂ. ബട്ട് ഒരു 4-5 ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ. അതുപോലെ തന്നെ മെയിൻസിന് എല്ലാവർക്കും ഒരു പ്രോബ്ലം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇവിടെ നിന്ന് റിസോഴ്സസ് പഠിക്കണം. ഈ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കണം നമ്മൾ പറയുമല്ലോ. അപ്പം ഒരു പരീക്ഷയ്ക്ക് മുമ്പ്, അതായത് മോക്ക് എക്സാമിന് മുമ്പ് നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ഈ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് കണ്ടന്റ് വീണ്ടും നോട്ട് ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ ഒരു ഏകദേശ ക്ലാസ് നോട്ടുകളും പിന്നെ കുറച്ച് കറണ്ട് അഫയേഴ്സും ഒക്കെ വായിച്ചിട്ട് ഏകദേശ ധാരണ ഉണ്ടാക്കുമോ? അപ്പോൾ അതെങ്ങനെയായിരുന്നു ആ ഒരു പ്രോസസ്സ്? ഒരു മോക്ക് എക്സാമിന്, മെയിൻസിൻ്റെ മോക്ക് എക്സാമിന് മുമ്പ് what are the kind of content that you try to interact with? സർ ആദ്യം ഡെയിലി സിലബസ് വായിക്കുമായിരുന്നു. മെയിൻസ് പ്രിലിംസ് ക്ലിയർ ആയി എന്നുള്ളൊരു മൊമെൻ്റ് തൊട്ടിട്ട് മെയിൻസിൻ്റെ എക്സാം വരെ ഞാൻ സിലബസ് വായിക്കുമായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ സിലബസിലെ കീവേഡ് തന്നെ നമുക്ക് മെയിൻസ് എക്സാമിന് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ ചോദിക്കുന്നത് എവിടെ നിന്നാണെന്ന് മനസ്സിലാവുമായിരുന്നു. പിന്നെ കണ്ടന്റ് ബിൽഡ് ചെയ്തത് ഒന്ന് ബേസിക് നോട്ട്സ് വെച്ചിട്ട് തന്നെ. പ്രത്യേകിച്ച് ഇത്തവണത്തെ മെയിൻസിന് ഞാൻ കഴിഞ്ഞ മെയിൻസിൻ്റെ നോട്ട് തന്നെ കൂടുതലാണ്. ബാക്കി കറണ്ട് അഫയേഴ്സും അപ്ഡേറ്റ് ചെയ്തിരുന്നു. പിന്നെ ആൻസർ കീന്നും നൈസായിട്ടുള്ള പോയിന്റ്സ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരുന്നു. എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ള ഐഡിയ ഉണ്ടാക്കിയെടുക്കുക കൂടുതൽ ചെയ്ത. ഓക്കെ, നമുക്ക് ഇൻ്റർവ്യൂവിലേക്ക് വരാം. അല്ല, അതിന് മുമ്പ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം കൂടെ തന്നെ, എസ്സേയും എത്തിക്സും. എന്തെങ്കിലും ഡിഫറെൻറ്റ് സ്ട്രാറ്റജി എത്തിക്സിൽ സ്പെഷ്യലായിട്ട് ഉപയോഗിച്ചായിട്ട് തോന്നുന്നു? സർ എസ്സേൻ്റെ മാർക്ക് വന്നാലും എനിക്ക് പറയാൻ പറ്റും. കാരണം കഴിഞ്ഞ തവണ മാർക്ക് കുറവായിരുന്നു. അപ്പോൾ ഇത്തവണ എത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ? ചെയ്തിട്ടുണ്ട്. മാക്സിമം കൂടുതലായിട്ട് അന്ന് ഞാൻ ചെയ്തതിനേക്കാൾ കൂടുതൽ പ്രാക്ടീസ് കൂടുതലായിട്ട് ചെയ്തു. പിന്നെ കുറച്ചും കൂടി എക്സാമ്പിൾസ്, എങ്ങനെ എക്സാമ്പിൾ കൊണ്ടുവരാം, ആ എക്സാമ്പിൾ എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാം, ആ രീതിയിൽ കൂടുതൽ. കൂടാതെ പോലെ ഒരു ലിറ്ററേച്ചർ പോലെയാണല്ലോ എസ്സേനെയും ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലിറ്ററേച്ചർ സാധനം എഴുതിയിട്ട് വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് റൈറ്റിംഗ് സ്റ്റൈലും കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നു. ഓക്കെ. എത്തിക്സിലും? എത്തിക്സ് എനിക്ക് മിനിമം എഫേർട്ടിൽ മാക്സിമം പൊട്ടൻഷ്യൽ തോന്നിയൊരു സബ്ജക്റ്റ് എത്തിക്സ്. കാരണം ഫസ്റ്റ് മെയിൻസ് കയറിയ സമയത്തുള്ള ഒരു ലാസ്റ്റ് ഒരു മാസത്തിലാണ് ഞാൻ എത്തിക്സ് ഫസ്റ്റ് ടൈം PCM ക്ലാസ് കഴിഞ്ഞിട്ട് പഠിക്കുന്നത് തന്നെ. എന്നിട്ടും 110 റേഞ്ചിൽ മാർക്ക് ഉണ്ടായിരുന്നു എന്ന്. എത്തിക്സ് ജനറലി എനിക്ക് GS ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പേപ്പറാണ് തോന്നിയിരുന്നു. അപ്പം മിനിമം നമ്മൾ ഐഡിയ, ഫൗണ്ടേഷൻ, ബേസിക്സ് ഐഡിയയും ക്ലാരിറ്റി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്തിക്സിൽ ഏത് ക്വസ്റ്റിനും ഡീൽ ചെയ്യാൻ പറ്റുന്നുള്ളത് തോന്നിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇൻ്റർവ്യൂവിലേക്ക് വരാം. ഇൻ്റർവ്യൂ എല്ലാവർക്കും അറിയാൻ കൗതുകമുള്ളൊരു സ്റ്റേജാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിന് കഴിഞ്ഞ തവണ മാർക്ക് കുറവായിരുന്നു. അപ്പോൾ ഇത്തവണ നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് വന്നു. വി ആർ വെരി ഗ്ലാഡ്. ലൈക്ക് 45 മാർക്സോളം ഇൻ്റർവ്യൂവിൽ കൂടിയിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണ് പ്രത്യേകമായിട്ട് കൊല്ലം ചെയ്തിട്ടുണ്ടായിരുന്നത്? പക്ഷേ അന്ന് ഞാൻ ആദ്യം പറയുക വെച്ചാൽ തന്നെ ഫസ്റ്റ് ഇൻ്റർവ്യൂ, കാരണം ഇതിന് മുന്നേ ഞാൻ ഒരു ജോബ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഇൻ്റർവ്യൂ ഫോർ UPSC ആകെ മോക്ക് ഇൻ്റർവ്യൂ എടുത്ത എക്സ്പീരിയൻസ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് അന്ന് ചെന്ന സമയത്ത് തന്നെ കുറച്ച് നെർവസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് എഫക്റ്റീവ്ലി എൻ്റെ മൈൻഡ് അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യാത്തതുകൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. ബട്ട് ഇത്തവണ ഞാൻ ആ ഒരു എക്സ്പീരിയൻസ്, അത് കഴിഞ്ഞിട്ടുള്ള ഫെയിലിയർ, അത് കഴിഞ്ഞിട്ടുള്ള കേട്ടപ്പോൾ ഒരു 2 ഇയേഴ്സ് ഗ്യാപ്പിലും എന്നെ മെൻ്റലി കുറച്ചുകൂടി സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് കൊണ്ടാണ് കുറച്ചും കൂടി ഞാൻ ബോൾഡായിട്ട് ആ മൊമെൻറ്റിനെ ഡീൽ ചെയ്തു. പിന്നെ ഏറ്റവും കൂടുതൽ മോക്ക് ഇൻ്റർവ്യൂ അന്ന് കൂടുതൽ എടുത്തു. ബട്ട് ഇത്തവണ മോക്ക് ഞാൻ കുറച്ചിട്ട് കൂടുതൽ 1-on-1 എടുത്തു. അപ്പോൾ സാറായിട്ടാണെങ്കിലും ജിതിൻ സാറായിട്ടാണെങ്കിലും നെവിനായിട്ട് എടുത്തു. പിന്നെ എൻ്റെ ഫ്രണ്ട് ആൽബർട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ 1-on-1 തന്നത്. അപ്പോൾ ആ രീതിയിൽ 1-on-1 വെച്ച് നമ്മൾ കൂടുതൽ ഡാഫിൽ ഏരിയ, ബാക്കി ഏരിയാസ് കവർ ചെയ്ത് പോയി. അപ്പോൾ പ്രിപ്പയർഡ് ആണ്, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് കോൺഫിഡൻ്റ് ആയിട്ട് പറയുക. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ കയറി. അപ്പോൾ 187 കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ ഇൻ്റർവ്യൂവിൽ എന്തൊക്കെയാണ് ചോദിച്ചത്? ഇൻ്റർവ്യൂവിൽ കുറച്ച് എൻ്റെ ഡാഫ് ബേസ്ഡ് ആയിട്ടാണ് കൂടുതൽ പോയി. ഒരു ഹെൽത്ത് ക്വിസ് വെച്ചുകൊണ്ട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടായിരുന്നു. പിന്നെ ഗ്രാജുവേഷൻ മാത്സ് ആയതുകൊണ്ട് മാത്സ് ഒന്നുണ്ടായിരുന്നു. പിന്നെ ഹോബിയിൽ ജോമെട്രിക് ആർട്ട് വെച്ചുകൊണ്ട് അതൊന്നുണ്ടായിരുന്നു. പിന്നെ മലയാളം ഓപ്ഷനിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാ ഏരിയയിൽ നിന്നും കുറച്ച് ചോദിച്ചു. ഓക്കെ, മലയാളം ഓപ്ഷനിലെ വളരെ എളുപ്പമായിരുന്നു മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്?
സാർ പണ്ട് തൊട്ട് എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ അധികം ഡൗട്ട് അടിച്ചിട്ടില്ല ഏത് ഓപ്ഷനിൽ എടുക്കണം എന്നുള്ളത്. വരുന്നതിന് മുന്നേ തന്നെ മലയാളമായിരിക്കും ഞാൻ ഓപ്ഷനിൽ എടുക്കുക എന്നുള്ളൊരു ഇതിലാണ് ഇറങ്ങിയത്. അപ്പോൾ വായിക്കാൻ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എഴുത്തുന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇന്റർവ്യൂവിൽ എന്തെങ്കിലും രസകരമായ ചോദ്യങ്ങൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു? മാത്സിൽ നിന്ന് എന്തെങ്കിലും? മാത്സ് റിലേറ്റഡ് ആയിട്ട് ഈ ജോമെട്രിക് ആർട്ട് റിലേറ്റഡ് ആയിട്ടാണ് കൂടുതലായിട്ടും പോയത്. ഓക്കെ. ജോമെട്രിക് ആർട്ട് ഹോബിയാണ് അല്ലേ? ഓക്കെ. അതെ. അതോടൊപ്പം തന്നെ ഈ സിവിൽ സർവീസിൻ്റെ ഒരു പ്രിപ്പറേഷൻ്റെ ഒരു ടൈമിലാണ് ChatGPTയും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് പഠനത്തെ സഹായിച്ചിട്ടുണ്ടോ? അതെങ്ങനെ ഉപയോഗിച്ചത്? അത് കഴിഞ്ഞ മെയിൻസിൻ്റെ കഴിഞ്ഞ ഇൻ്റർവ്യൂ സ്റ്റേജിലാണെങ്കിലും ഈ ഇൻ്റർവ്യൂ സ്റ്റേജിൽ കൂടുതൽ AI മോഡൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടായിട്ടും യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ചില സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒപ്പീനിയൻസ് മോഡിഫൈ ചെയ്തെടുക്കുമ്പോൾ കറണ്ട് സിറ്റുവേഷൻ നമുക്ക് കുറേ സൈറ്റിൽ പോയിട്ട് കണ്ടൻറ് എടുക്കണേക്കാം ഇൻ്റർവ്യൂവിന് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റിയാണ് കണ്ടൻറ്റിനപ്പുറം. അപ്പോൾ ChatGPT എടുത്ത് ഒരു ടോപ്പിക് അടിച്ചു കൊടുത്താൽ മിനിമം വേർഡ്സിൽ നമുക്ക് എന്താണ് ഐഡിയ എന്നുള്ളൊരു സാധനം കിട്ടും. അപ്പോൾ അത് എഫക്റ്റീവ്ലി യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം മെയിൻ സ്റ്റേജിലല്ല, കൂടുതൽ ഇൻ്റർവ്യൂ സ്റ്റേജിലാണ് കൂടുതൽ. കാരണം ChatGPT കണ്ടന്റ് റിലേറ്റഡ് കുറച്ച് ഇഷ്യൂസ് ഉണ്ടല്ലോ. ഓക്കെ. അതെ. ആദ്യം തന്നെ ഗ്രീഷ്മ ഈ സ്കൂൾ തലത്തിൽ തന്നെ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു, ഒരു പഠിപ്പിസ്റ്റ് അല്ലെങ്കിൽ എല്ലാ പരീക്ഷയിലും ഒരു ടോപ്പ് 1, 2 വരുന്ന ആളായിരുന്നു? അല്ല, ഞാൻ 10 ഫുൾ A+ വാങ്ങാത്ത, +2 100% വാങ്ങാത്ത ഒരാളാണ്. 10 8A+ഉം +2 4A+ 2A ആ രീതിയിലായിരുന്നു. ഓക്കെ. ഒരു എബോവ് ആവറേജ്, ഒരു റീസണബിളി വെൽ ഡൂയിങ് ആ കാറ്റഗറി ആയിരുന്നു. അതെ. ഓക്കെ. അപ്പോൾ നമ്മൾ ആ ഒരു കാറ്റഗറി നിന്നിട്ട് ഇതൊരു പഠിപ്പിസ്റ്റുകൾക്ക് മാത്രമാണുള്ള ഒരു പരീക്ഷയാണുള്ള പൊതുവിലൊരു ധാരണ, അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടിക്കാണ് പറ്റുമെന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു തോട്ട് ഒരിക്കലും ഉണ്ടായിട്ടില്ലേ, എനിക്കിത് പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ എന്നെക്കാളും പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അങ്ങനെ ഒരു തോട്ടിൽ സ്വാഭാവികമായിട്ട് പല കുട്ടികൾക്കും ഉണ്ടാവും അക്കാഡമിക്കലി വെൽ പെർഫോമിങ് അല്ലാന്നുണ്ടെങ്കിൽ. അങ്ങനെ ഒരു തോട്ട് ഉണ്ടായിരുന്നോ? എനിക്ക് അങ്ങനെ ഒരു തോട്ട് വരുന്നതിന് മുന്നേ എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ എനിക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടുണ്ട്. അത് ഏത് പോയിന്റ് ആണെങ്കിലും. ഞാൻ 10ാം ക്ലാസ്സിൽ ഫുൾ A+ വേണമെന്ന് ഭീകരമായിട്ട് ആഗ്രഹിച്ചിട്ടില്ല. എൻ്റെ അമ്മയോ ആരും എന്നെ വഴക്കും പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട്, മാർക്ക് വാങ്ങിയിട്ടുണ്ട്. +2 അത് എനിക്ക് ബയോളജിയും കെമിസ്ട്രിയൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ബട്ട് അതിനാണ് A grade ആയിട്ട് നിന്നത്. അപ്പോൾ എനിക്കതിന് മാർക്ക് പോയാൽ വിഷമം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഡിഗ്രിക്കാണെങ്കിലും അത് എൻ്റെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് മാത്സ് എടുത്ത് പഠിച്ചു. അപ്പം ഞാൻ ഇഷ്ടം കൊണ്ടാണ് ഇറങ്ങി. അപ്പോൾ എന്തൊക്കെ സ്ട്രഗിൾ ചെയ്താലും വൺ ഡേ ഐ ക്യാൻ റീച്ച് ദെയർ എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇവൻ ദോ ഓരോ സ്റ്റേജിലും ഡിഫിക്കൽട്ടി വരുമ്പോഴും സെൽഫ് ഡൗട്ട് വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മുടെ മുൻ ടോപ്പേഴ്സിനൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും ഒരുപാട് പേര് പലതവണ ഫെയിലായിട്ടും ഡോക്ടേഴ്സും IIT-യിലുള്ളവരും മാത്രമല്ല, കാരണം അവരും പ്രിലിംസ് ഫെയിലാവുന്നുണ്ട്, പല സ്റ്റേജിലും ഫെയിലായി നിർത്തി പോകുന്നുണ്ട്. ബട്ട് നോർമൽ ഗ്രാജുവേറ്റ്സ് ഈവൻ 10th വളരെ കുറച്ച് മാർക്ക് വാങ്ങിയവരും കുറേ ടോപ്പേഴ്സ് ക്ലിയർ ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. ഇനിയിപ്പം ഗ്രീഷ്മയുടെ സ്റ്റോറി ഇനി വരുന്ന ആൾക്കാരെയും കൂടി ഇൻസ്പയർ ചെയ്യുന്ന പോലെ. ഓക്കെ, ഡെഫിനറ്റ്ലി. അതുപോലെ തന്നെ എനിക്ക് ചോദിക്കാൻ താല്പര്യമുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രിപ്പറേഷൻ്റെ ഒരു സമയത്ത് നമ്മൾ 5 വർഷം നമ്മൾ കുറേ കണ്ടന്റും സ്ട്രാറ്റജിയൊക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് മുമ്പേ നമ്മുടെ സ്കൂൾ പഠിക്കുമ്പോൾ തന്നെയുള്ള ചില ഹാബിറ്റ്സ്, ചില സ്കിൽ സെറ്റ് ഒക്കെ നമ്മളെ ഈ പരീക്ഷയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ സ്കൂളിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ന ഹാബിറ്റ്സ് ഉണ്ടായിരുന്നു, അതെന്നെ ഹെൽപ്പ് ചെയ്തെന്ന് തോന്നാറുണ്ടോ? ആ പോയിന്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ തിങ്ക് ചെയ്യുന്നത് ഇൻ്റർവ്യൂവിൻ്റെ തൊട്ട് മുന്നേ, അതായത് ഡാഫ് ഫില്ല് ചെയ്യുന്ന സമയത്താണ് നമ്മൾ സ്കൂൾ തിരിച്ച് കോളേജ് അപ്പം എന്തൊക്കെ ചെയ്തു എന്നതിനൊക്കെ പറ്റിയിട്ട് ചിന്തിക്കുന്നത്. അപ്പോൾ ഒന്ന് പറയണമെങ്കിൽ ജോമെട്രിക് ആർട്ട്, അത് സ്റ്റേറ്റ് ലെവലിൽ അന്ന് പ്രൈസ് മേടിക്കാൻ പറ്റി. അപ്പോൾ ഇത്തവണ ഡാഫ് എൻട്രിയിലും അത് വെച്ചു. അത് ഇൻ്റർവ്യൂവിനും ക്വസ്റ്റ്യൻ കിട്ടി. അപ്പോൾ അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ മലയാളം ഒന്ന് essay റൈറ്റിങ് വായിക്കാനും ഇഷ്ടമായിരുന്നു മലയാളം. ഇപ്പോൾ +2 സെക്കൻഡ് ലാംഗ്വേജ്, ഡിഗ്രിക്ക് സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ മലയാളം എടുത്താൽ. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് മലയാളം എനിക്ക് എഴുതാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് അധികം ഒന്നും ആലോചിക്കാതെ മലയാളം ഓപ്ഷനിൽ എടുത്തത്. ഈ പലതവണ കയറാതെ വന്നപ്പോൾ ആൾക്കാർ മെല്ലെ ചുപിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ? കാരണം എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം തന്നെ ആയിരിക്കും. അപ്പോൾ അത് ഗ്രീഷ്മയ്ക്ക് ഉണ്ടായിരുന്നില്ലേ? അതെങ്ങനെയാണ് അഡ്രസ്സ് ചെയ്തിരുന്നത്? സർ, ഇത് ക്ലിയർ ചെയ്തില്ലേ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ജോലിയൊന്നും ആയില്ലേ എന്നുള്ളൊരു പോയിന്റാണ്. പഠിത്തം കഴിയാറായില്ലേ, ആ സോഷ്യൽ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ നമുക്ക് നല്ല തൊലിക്കെട്ടി വേണം. ഇതിനിറങ്ങുമ്പോൾ തൊലിക്കെട്ടിയായിട്ട് ഇറങ്ങാം. കാരണം ഒരു പ്ലാൻ ബി ഒരു ബാക്കപ്പ് പ്ലാൻ എനിക്ക് വേറെ ഒരു ജോബും ഉണ്ടായിരുന്നില്ല. പ്രൊഫഷണൽ കോഴ്സ് അല്ല പഠിച്ചത്. അപ്പോൾ ഇതല്ലെങ്കിൽ മറ്റെന്തെന്നുള്ളൊരു തോട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന എനിക്കും വലിയ പിടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എങ്കിൽ കൂടിയും നമ്മുടെ ചുറ്റും കുറച്ച് മനുഷ്യർ സപ്പോർട്ട് ചെയ്യാനുണ്ട്. നമ്മളിലൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ചോദ്യം ചോദിക്കട്ടെ, ബാക്കി നമുക്ക് കാണാം. ഇപ്പോൾ പ്ലാൻ ബിനെ കുറിച്ച് സംസാരിച്ചുണ്ട്. പലർക്കും ഉള്ള സംശയമാണ് സിവിൽ സർവീസ് പ്രിപ്പറേഷന് പ്ലാൻ ബി വേണോ എന്ന്. എനിക്ക് തോന്നുന്നു ഗ്രീഷ്മയ്ക്ക് ഒരു വ്യക്തമായ പ്ലാൻ ബി ഉണ്ടായിരുന്നില്ല. ഇല്ല. ഓക്കെ. അപ്പം അതെന്താ അങ്ങനെ ചിന്തിച്ചേ?
പ്ലാൻ ഏസ് ആൾവേസ് പ്ലാൻ എന്നുള്ള ഐഡിയ ആയിരിക്കും സാർ. കാരണം നമുക്ക് വേറെ ഒന്നുണ്ടെങ്കിൽ ഒന്ന് സമാധാനമുണ്ട്, ഇത് പോയാൽ പോട്ടെ അതുണ്ടല്ലോ എന്ന്. പക്ഷേ ഞാൻ പ്രിലിംസ് ക്ലിയർ ചെയ്ത സമയത്ത് മെയിൻ ചെയ്ത് എനിക്ക് വേറെ ഒന്നുമില്ല, ഇത് കിട്ടിയേ പറ്റും. അപ്പോൾ നമ്മൾ നോർമൽ പ്ലാൻ ബി ഉള്ള ആളെയൊക്കെ അറ്റ്ലീസ്റ്റ് 10% എങ്കിലും കൂടുതൽ മെൻ്റൽ എഫേർട്ട് നമുക്ക് ഇതിന് കൂടുതൽ ഇടാൻ പറ്റും. കാരണം വേറെ ഒന്നുമില്ല, ഇത് കയറിയേ പറ്റും. അപ്പോൾ ആ ഒരു പ്ലാൻ ബി ഇല്ലാത്തതുകൊണ്ട് കുറച്ചും കൂടി നമ്മൾ എഫേർട്ട് ഇതിൽ മേ ബി ഇടാൻ സഹായിക്കുന്നുണ്ട് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അതെ. ഇപ്പം പ്രിലിംസ് അടുത്ത് വരികയാണ്. പ്രിലിംസിന് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഈ ഒരു മാസം ഗ്രീഷ്മയ്ക്ക് കുട്ടികളെ ചെയ്യണം എന്ന് തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ലാസ്റ്റ് മന്ത് ഇപ്പം ശരത് സാറൊക്കെ പറയുന്ന പോലെ പുതിയതായിട്ടൊന്നും പഠിക്കാതിരിക്കുക. ഇതുവരെ എന്ത് പഠിച്ചു അത് മാക്സിമം റിവൈസ് ചെയ്യുക. അവനവൻ്റെ കോൺഫിഡൻസ് ലെവൽ, ഇപ്പം നമുക്കൊരു ടെസ്റ്റ് എടുത്ത് ഒരു 95+ സ്കോർ എത്തി CSATും കംഫർട്ടബിൾ സ്കോർ കിട്ടിയെന്നുണ്ടെങ്കിൽ അവിടെ നിർത്തുക. ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ടെസ്റ്റൊക്കെ എടുത്ത് നമ്മുടെ കോൺഫിഡൻസ് കളയുന്ന ഒരു സാധനവും ലാസ്റ്റ് മന്തിൽ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ സിവിൽ സർവീസ് ആഗ്രഹമുള്ള തുടങ്ങണമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവരോട് ഗ്രീഷ്മയ്ക്ക് എന്താ തോന്നുന്നത്? എന്ത് മെസ്സേജാണ് ഈ പറയുന്ന ഒരു ജേർണിയിൽ നിന്നുള്ള ലെസൺ? നിങ്ങൾക്ക് ജെനുവിൻലി ഒരു റീസൺ ഉണ്ട് ഇതിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് വരാം. അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ഇപ്പോൾ പല രീതിയിലും സപ്പോർട്ടുകൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ സപ്പോർട്ട് കിട്ടുന്നുണ്ടായിരിക്കില്ല, കാരണം ഫിനാൻഷ്യലി ഇഷ്യൂസ് ഉള്ളവരൊക്കെ കുറച്ച് പേര് ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. ബട്ട് ഇപ്പോൾ ഐ തിങ്ക് ഇവിടെ അഫോർഡബിലിറ്റീൻ്റെ ഒരു സപ്പോർട്ട് സ്കോളർഷിപ്പിലൂടെയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ഉപയോഗിച്ചിട്ട് വരാൻ നോക്കുക. ആൻഡ് സ്ട്രഗിൾ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്ട്രഗിൾ ചെയ്യുക, ഒരു ദിവസം അവിടെ എത്തിച്ചേരുന്നെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഒത്തിരി സന്തോഷം. ഗ്രീഷ്മയുടെ ഈ സക്സസ്സിൽ ലീഡേഴ്സിന് ഒത്തിരി അഭിമാനമുണ്ട്. കാരണം പേഴ്സണലി എനിക്ക് അഭിമാനമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ടോട്ട് യു 5 years ബാക്ക്. കാരണം ആ ഒരു ജേർണിയിൽ പലരും കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓൺലി ഫ്യൂ പീപ്പിൾ സർവൈവ്ഡ് ഓർ എൻഡ്യൂർഡ് ദാറ്റ് ജേർണി. അതിലൊരാളാണ് ഗ്രീഷ്മ. അതിന് നല്ലൊരു ക്ലൈമാക്സ്, പോസിറ്റീവായിട്ടുള്ളൊരു ക്ലൈമാക്സ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഗ്രീഷ്മ എന്തായാലും നമ്മുടെ നാടിനെ നയിക്കാൻ പോകുന്ന ഒരാളാണ്. അപ്പം ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നല്ല രീതിയിൽ നല്ലൊരു ഓഫീസർ ആവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ അതുള്ളൂ. ഓൾ ദി ബെസ്റ്റ്. Lead IAS, #1 IAS Academy in Kerala.